നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ജൂലൈ 18 വെള്ളിയാഴ്ച. ഒരു വളരെ വേദനാജനകമായ വാർത്തയാണ്. സ്കൂൾ ഷെഡിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ചു. സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ ചെരുപ്പെടുക്കാൻ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. വലിയപാടം മിഥുഭവനിൽ മനുവിൻ്റെയും സുജയുടെയും മകനാണ് മിഥുൻ. വ്യാഴം രാവിലെ 8:30ക്കാണ് സംഭവം. ക്ലാസ്സിൽ ചെരുപ്പെറിഞ്ഞ് കളിക്കുന്നതിനിടെ കൂട്ടുകാരൻ്റെ ചെരുപ്പ് ഷെഡിന് മുകളിൽ തങ്ങി. ഇതെടുക്കാൻ ക്ലാസ്സിൽ നിന്ന് ബെഞ്ചും ഡെസ്കും ചേർത്തിട്ട് അതിൽ കയറി മുകൾ ജനാലയുടെ തടി കൊണ്ട് ഉള്ള മറ ഇളക്കി മാറ്റി അതിലൂടെ തകര ഷെഡിന് മുകളിലേക്ക് കയറിയപ്പോഴാണ് ഷോക്കേറ്റത്. ഷീറ്റിൽ നിന്ന് തെന്നിയപ്പോൾ മുകളിലുള്ള 3 ഫേസ് ലൈനിൽ പിടിച്ചതാണ് അപകട കാരണം. ബഹളം കേട്ട് ഓടിക്കൂടി അധ്യാപകരും മറ്റും കുട്ടിയെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. KSEBക്കും സ്കൂളിനും വീഴ്ച സംഭവിച്ചെന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് കൈമാറി. 15 ദിവസത്തിനകം വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജി സോണി ഡെപ്യൂട്ടി സേഫ്റ്റി കമ്മീഷണർ പ്രസന്നകുമാറിനൊപ്പം നടത്തിയ പരിശോധനയുടെ അന്തിമ റിപ്പോർട്ട് വെള്ളിയാഴ്ച കൈമാറും. മിഥുൻ്റെ അച്ഛൻ മനു നിർമ്മാണ തൊഴിലാളിയും അമ്മ സുജ കുവൈത്തിൽ വീട്ടുജോലിക്കാരിയുമാണ്. സഹോദരൻ സുജിൻ പട്ടക്കടവ് സെൻറ് ആൻഡ്രൂസ് UP സ്കൂൾ വിദ്യാർത്ഥി. സംസ്കാരം പിന്നീട്. മന്ത്രിമാരായ ശിവൻകുട്ടിയും KN ബാലഗോപാലൻ കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. കുടുംബത്തിന് KSEB 5 ലക്ഷം നൽകും. മന്ത്രി K കൃഷ്ണൻകുട്ടി. വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് KSEB 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. പ്രാഥമികമായാണ് ഈ തുക നൽകുന്നത്. KSEB ഉന്നതതല അന്വേഷണം നടത്തും. നിലത്തുനിന്ന് ലൈനിലേക്ക് ആവശ്യമായ സുരക്ഷിത അകലം ഉണ്ടായിരുന്നില്ലെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. വീട് നിർമ്മിച്ചു നൽകും. മന്ത്രി വി ശിവൻകുട്ടി. KSTA 10 ലക്ഷം നൽകും. അപകട കാരണം പരിശോധിക്കും മുഖ്യമന്ത്രി. മുണ്ടക്കൈ ഫണ്ട് വെട്ടിക്കൽ പിരിച്ച കണക്ക് പുറത്തുവിടണം. യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും സർക്കാരിന് പണം കൈമാറണമെന്ന് പറഞ്ഞത് വെട്ടിക്കാൻ. സ്മാരകങ്ങൾക്കായി പിരിച്ച ഫണ്ട് വെട്ടിക്കുന്ന കോൺഗ്രസാണ് യൂത്ത് കോൺഗ്രസിന് മാതൃക. മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കാനെന്ന പേരിൽ പിരിച്ച ഫണ്ടിൻ്റെ കണക്ക് പുറത്തുവിടാൻ പോലും പറ്റാത്ത നിലയിലാണ് യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേന്ദ്ര സർക്കാരിൻ്റെ വാർഷിക ശുചിത്വ സർവേ. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കേരളത്തിന് ചരിത്ര നേട്ടം. രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് പദ്ധതികളിലും കേരളം മാതൃക. അങ്കണവാടിയിലെ ബിരിയാണിയും കുഞ്ഞൂസ് കാർഡും താരം. കേന്ദ്ര കുടിശ്ശിക 1100 കോടി രൂപ. നെൽകർഷകർക്ക് സബ്സിഡി. സർക്കാർ 100 കോടി അനുവദിച്ചു. സുപ്രീം കോടതി വിധി. പുനരധിവാസം വീടും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്കും മാത്രം. പൊതു ആവശ്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ വീടും ജീവനോപാധിയും നഷ്ടപ്പെടുന്നവരെ മാത്രം പുനരധിവസിപ്പിക്കാൻ മാത്രം മതിയെന്ന് സുപ്രീം കോടതി. ഭൂമി ഏറ്റെടുക്കുമ്പോൾ ചട്ടപ്രകാരമുള്ള നഷ്ടപരിഹാര തുകയ്ക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. കണ്ണീരോടെ വിട. എറിയാൻ അറിയാമെങ്കിൽ എടുക്കാനും അറിയാമടാ. അവൻ ഉള്ളത് കൊണ്ടാണ് ഞാനും സ്കൂളിൽ ചേർന്നത്.
ബോധമറ്റ് അച്ഛൻ, തളർന്നു വീണു മുത്തശ്ശി. നെഞ്ചുലഞ്ഞ് നാട്. രാഷ്ട്രീയ മുതലെടുപ്പിന് UDFും BJPയും. മിഥുന്റെ മരണം വേദനാജനകം. സ്കൂൾ മാനേജ്മെന്റ്. അഞ്ചു വർഷം CPIM നിർമ്മിച്ചു നൽകിയത് 1947 വീട്. പിരിക്കുന്ന തുക അതേ ആവശ്യത്തിന് ഉപയോഗിക്കൂ എന്ന വിശ്വാസം CPIMനെ കുറിച്ച് ജനങ്ങൾക്കുണ്ട്. CPIM നിർമ്മിച്ച വീടുകൾ ജില്ല തിരിച്ചുള്ള കണക്ക്: കാസർഗോഡ് 87, കണ്ണൂർ 265, വയനാട് 54, കോഴിക്കോട് 305, മലപ്പുറം 169, പാലക്കാട് 132, തൃശ്ശൂർ 165, എറണാകുളം 184, ഇടുക്കി 48, കോട്ടയം 157, പത്തനംതിട്ട 52, ആലപ്പുഴ 127, കൊല്ലം 82, തിരുവനന്തപുരം 120. അങ്ങനെ 1947 വീടാണ് CPIM ജനങ്ങൾക്ക് വെച്ച് നൽകിയത്. കോൺഗ്രസോ, യൂത്ത് കോൺഗ്രസോ, ലീഗോ, യൂത്ത് ലീഗോ ആരും വീട് വെക്കില്ല. പിരിവോട് പിരിവ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 3 റെഡ് അലർട്ട്. ടെക്നോ പാർക്ക് 35-ാം വയസ്സിലേക്ക് 6 കെട്ടിടം പൂർത്തിയാകുന്നു. 10,000 പുതിയ തൊഴിലവസരം. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ 6 പുതിയ കെട്ടിടങ്ങൾ കൂടി പൂർത്തിയാകുന്നു. ഇതോടെ 10,000-ലേറെ തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടും. ഈ മാസം പൂർത്തിയാകുന്ന കമേഴ്സ്യൽ IT കെട്ടിടം 50,000 ചതുരശ്ര അടിയിലാണ്. ആഗസ്റ്റിൽ 1.85 ലക്ഷം ചതുരശ്ര അടിയുള്ള ബ്രിഗേഡ് സ്ക്വയർ പൂർത്തിയാകും. 8,000 ചതുരശ്ര അടിയിൽ ഭവാനി റൂഫ് ടോപ്പ്, 22,000 ചതുരശ്ര അടിയിൽ നീള റൂഫ് ടോപ്പ്, 50,000 ചതുരശ്ര അടിയിൽ പ്രീഫാബ് കെട്ടിടം, 5 ലക്ഷം ചതുരശ്ര അടിയിൽ TCSന്റെ ITES ക്യാമ്പസ് എന്നിവ തുടർന്നുള്ള മാസങ്ങളിൽ പൂർത്തിയാകും. 1990 ജൂലൈ 28-ന് ശിലയിട്ട ടെക്നോ പാർക്ക് 35-ാം വയസ്സിലേക്ക് കടക്കുമ്പോഴാണ് വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നത്. VSന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ജൂൺ 23 മുതൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പ്. 4,000 പോളിംഗ് ബൂത്തുകൾ കുറയും. അന്തിമ തീരുമാനം നാളത്തെ യോഗശേഷം. വേടന്റെ പാട്ട് സിലബസിൽ നിന്ന് ഒഴിവാക്കൽ സംഘപരിവാറിനൊപ്പം കോൺഗ്രസും SUCIയും. കാലിക്കറ്റ് സർവകലാശാല ബിരുദ സിലബസിൽ നിന്ന് വേടന്റെ റാപ്പ് സംഗീതം ഒഴിവാക്കാൻ സംഘപരിവാറിനൊപ്പം സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും. SUCI നേതാവ് ഷജീർ ഖാനാണ് ഇതിന്റെ കൺവീനർ. വേടന്റെ പാട്ട് സിലബസിൽ നിന്ന് ഒഴിവാക്കൽ സംഘപരിവാറിനൊപ്പം കോൺഗ്രസും SUCIയും. കാലിക്കറ്റ് സർവകലാശാല ബിരുദ സിലബസിൽ നിന്ന് വേടന്റെ റാപ്പ് സംഗീതം ഒഴിവാക്കാൻ സംഘപരിവാറിനൊപ്പം സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും. SUCI നേതാവ് ഷജീർ ഖാനാണ് ഇതിന്റെ കൺവീനർ. സർവകലാശാല ജീവനക്കാരുടെ കോൺഗ്രസ് അനുകൂല സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഓൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന RS ശശികുമാറാണ് മറ്റൊരു നേതാവ്. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും സംഘപരിവാറുമായി ചേർന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കലാണ് ഇവരുടെ പ്രധാന ജോലി. 4 വർഷ ബിരുദ കോഴ്സിന്റെ BA മലയാളം 3-ാം സെമസ്റ്റർ സിലബസിലാണ് താരതമ്യ പഠനത്തിന് വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം റാപ്പ് സംഗീതം ഉൾപ്പെടുത്തിയത്. മൈക്കിൾ ജാക്സന്റെ ദി ഡോണ്ട് കെയർ എബൌട്ട് അസ് റാപ്പ് സംഗീതവുമായുള്ള താരതമ്യ പഠനമാണ് നിർദ്ദേശിച്ചത്. ഇതിനെതിരെയാണ് BJP സിൻഡിക്കേറ്റ് അംഗം AK അനുരാജും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ചാൻസലർക്ക് പരാതി നൽകിയത്. ഗൗരി ലക്ഷ്മിയുടെ
അജിത ഹാരെക്കെതിരെയും പരാതിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താത്കാലിക VC ഡോക്ടർ PV രവീന്ദ്രൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡോക്ടർ MM ബഷീറിനെ നിയോഗിച്ചത്. വേടന്റെയും ഗൗരിലക്ഷ്മിയുടെയും പാട്ടുകൾ ഒഴിവാക്കാൻ ബഷീർ ശുപാർശയും നൽകി. RSSന്റെ ജ്ഞാനസഭ അപകടകരമായ നീക്കം. ഗവർണറിലൂടെ സർവകലാശാലകളെ സ്തംഭിപ്പിക്കാനുള്ള കേന്ദ്ര നീക്കം അനുവദിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. RSS തലവൻ മോഹൻ ഭഗവത് വൈസ് ചാൻസലർമാരുടെ യോഗം വിളിക്കുന്നു എന്നത് അപകടകരമായ പ്രവണതയാണ്. ജ്ഞാനസഭ എന്ന പേരിലാണ് യോഗം. കേരളമടക്കമുള്ള ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കാവ്യവൽക്കരണത്തെ തടയുന്നു എന്നതിനാലാണത്. വൈസ് ചാൻസലർ നിയമനം നടപടിയില്ലെങ്കിൽ ഗവർണറെ കാണും മന്ത്രി R ബിന്ദു. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമന വിഷയത്തിൽ സർക്കാരിന് യാതൊരു പിടിവാശിയുമില്ലെന്ന് മന്ത്രി R ബിന്ദു. സർവകലാശാല നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട നടപടികൾ എടുക്കും. വെളിപ്പെടുത്തൽ. മുൻ പ്രസ് സെക്രട്ടറിയുടെ പുസ്തകത്തിൽ ചികിത്സ ഉമ്മൻചാണ്ടിയുടെ ശബ്ദം ഇല്ലാതാക്കുമെന്ന് ചിലർ ഭയന്നു. ഉമ്മൻചാണ്ടിയുടെ രോഗം കണ്ടെത്തിയപ്പോൾ തന്നെ ഉചിതമായ ചികിത്സ നൽകിയിരുന്നെങ്കിൽ കുറച്ചുനാൾ കൂടി അദ്ദേഹം ജീവിച്ചിരുന്നേനെ എന്ന് പ്രസ് സെക്രട്ടറിയായിരുന്ന PT ചാക്കോ. ബുധനാഴ്ച പ്രകാശനം ചെയ്ത PT ചാക്കോയുടെ ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രം വിസ്മയത്തിരുത്തുന്ന പുസ്തകത്തിലാണ് ഈ വിവരമുള്ളത്. രോഗം നേരത്തെ കണ്ടെത്തിയതിനാൽ ഉചിതമായ ചികിത്സ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം കുറച്ചുനാൾ കൂടി ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് മെഡിക്കൽ വിദഗ്ധർ വിലയിരുത്തി. കീമോതെറാപ്പിയോ റേഡിയേഷനോ ചെയ്താൽ അതോടെ ശബ്ദം ഇല്ലാതാകുമെന്നും കോലം കെട്ടുപോകുമെന്നും മരണത്തിലേക്ക് തള്ളിവിടുമെന്നും വീട്ടുകാരിൽ ചിലർ ഭയന്നു എന്നുമാണ് പുസ്തകത്തിലുള്ളത്. ദീർഘകാലത്തെ ചികിത്സ വേണ്ടി വന്നതിനാൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രയാസങ്ങളിലായി. സംസ്ഥാന സർക്കാർ MLA എന്ന നിലയിൽ 61.45 ലക്ഷം രൂപ അനുവദിച്ചതോടെയാണ് ആശ്വാസമായത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിനെ ഓരോ ഘട്ടത്തിലും ചാണ്ടി ഉമ്മൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചതിൻ്റെ നാൾ വഴിയുമുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ആവശ്യമായ സഹായങ്ങൾ ചെയ്തിരുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിലും ചികിത്സാ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നുവെന്നതിൻ്റെ തെളിവാണ് പുസ്തകം. 2017 തൻ്റെ പ്രൊമോഷന് ഉമ്മൻചാണ്ടി ഇടപെട്ടതും 24 മണിക്കൂറിനുള്ളിൽ ഉത്തരവിറങ്ങിയതും സ്മരിക്കുന്നുണ്ട്. ഇൻഫർമേഷൻ ഓഫീസറായിരുന്ന എനിക്ക് ഡെപ്യൂട്ടി ഡയറക്ടറെ പ്രൊമോഷൻ. പോസ്റ്റിംഗ് ഡൽഹിയിൽ. ഏറ്റവും സീനിയറും വിരമിക്കാൻ 1-2 മാസമുള്ള എന്നെ ഡൽഹിക്ക് അടിച്ചാൽ അത് വിവാദമാകില്ലേ എന്നോ മറ്റോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത്രേ. പല കാരണങ്ങളാൽ ഫയൽ തീരുമാനത്തിലെത്താതെ കിടന്നു. അറ്റകൈപ്രയോഗം. ഉമ്മൻചാണ്ടിയോട് കാര്യം പറഞ്ഞു. അദ്ദേഹം രാത്രിയിൽ തന്നെ പിണറായി വിളിച്ചു. അടിയന്തരമായി ഫയൽ വിളിച്ചു വരുത്തി. മുഖ്യമന്ത്രി പിറ്റേന്ന് 5 മണിക്ക് മുമ്പ് പ്രൊമോഷൻ ഉത്തരവ് കൊടുക്കണമെന്ന് അന്ത്യശാസനം. പിന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വിളിയോട് വിളി. ഈ ഉത്തരവ് വാങ്ങിയേ പോകാവോ ഉള്ളൂ എന്ന് ഗ്രന്ഥകാരൻ അനുസ്മരിക്കുന്നു. ദേശാഭിമാനി എഡിറ്റോറിയൽ. തെരുവ് നായ ശല്യം തടയാൻ ഫലപ്രദമായ നടപടി. കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് തെരുവ് നായകളുടെ അനിയന്ത്രിതമായ പെരുപ്പം. തെരുവ് നായകളുടെ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാത്ത ദിവസങ്ങൾ ചുരുക്കമാണ്. രാവും പകലുമില്ലാതെ നായകൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വിഹരിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, റോഡുകൾ, ഇടവഴികൾ, പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ എല്ലായിടവും നായകൾ കീഴടക്കുന്നു. കാൽനട യാത്രക്കാരെ കടിച്ച് പരുക്കേൽപ്പിക്കുക മാത്രമല്ല, വാഹനം ഓടിക്കുന്നവരുടെ കുറുകെ ചാടി അപകടമുണ്ടാക്കുന്നു. അടുത്തിടെ ഇത്തരം അപകടത്തിൽ 2 പേർ മരിച്ചു. ചില ദിവസങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി നിരവധി പേർക്കാണ് കടിയേൽക്കുന്നത്. പേവിഷബാധയേറ്റ് കുട്ടികൾ ഉൾപ്പെടെ മരിച്ച സംഭവങ്ങളുണ്ട്. നിയമസഭയിൽ നൽകിയ മറുപടി പ്രകാരം 2023-25 2024 മരണങ്ങൾ പേവിഷബാധയേറ്റുണ്ടായി. 2022 1,63,366 പേർക്കും 2023 2,32,757 പേർക്കും 2024 3,66,502 പേർക്കും നായകളുടെ കടിയേറ്റവർക്ക് സൗജന്യ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിന് മാത്രമായി പ്രതിവർഷം 20 കോടിയിലേറെ രൂപ സംസ്ഥാനം ചിലവഴിക്കുന്നു. തെരുവുനായ പ്രശ്നത്തിൽ നിലവിലുള്ള കേന്ദ്ര ചട്ടങ്ങൾക്ക് വിധേയമായി മാത്രമേ തീരുമാനങ്ങളെടുക്കാനാകൂ. വന്യമൃഗ സംരക്ഷണ നിയമത്തിലേതുപോലെ തന്നെ ഇക്കാര്യം സംസ്ഥാനങ്ങളുടെ അധികാരം പരിമിതമാണ്. നിലവിലുള്ള ABC ചട്ടങ്ങളിൽ ഇളവ് വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജാതി നോക്കി ക്ഷേത്രപ്രവേശനം തടയരുത്. മദ്രാസ് ഹൈക്കോടതി. ജാതി വിവേചനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മദ്രാസ് ഹൈക്കോടതി. നിയമവാഴ്ച നിലനിൽക്കുന്ന രാജ്യത്ത് ജാതിയുടെ പേരിൽ ക്ഷേത്രപ്രവേശനം തടയാനാവില്ലെന്ന് ജസ്റ്റിസ് N. ആനന്ദ് വെങ്കടേഷ് വ്യാഴാഴ്ച വ്യക്തമാക്കി. റേഷൻ കട പൂട്ടിച്ച സംഭവം. RSSന്റെ ഉത്തരവ് സ്വീകരിക്കേണ്ട. അലഹബാദ് ഹൈക്കോടതി. ഉത്തർപ്രദേശിലെ BJP സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി അലഹബാദ് ഹൈക്കോടതി. RSSന്റെ
നാഗ്പൂർ കാര്യാലയത്തിൽ നിന്ന് UP സർക്കാരും ഉദ്യോഗസ്ഥരും ഉത്തരവുകൾ സ്വീകരിക്കേണ്ടെന്ന് ജസ്റ്റിസ് പങ്കജ് പട്ടിയ മുന്നറിയിപ്പ് നൽകി. നാട്ടിൽ നിയമവാഴ്ചയുണ്ടെന്നും ഓർമ്മിപ്പിച്ചു. RSS നൽകിയ കത്ത് പ്രകാരം ലൈസൻസുള്ള റേഷൻ കട പൂട്ടിച്ച സംഭവത്തിലാണ് ലഖ്നൗ ബെഞ്ചിന്റെ ഉത്തരവ്. ദിനേശ് ശുക്ല എന്ന പരാതിക്കാരനു വേണ്ടി നാഗ്പൂരിലെ RSS കാര്യാലയത്തിൽ നിന്ന് ഇമെയിൽ സന്ദേശം ഭക്ഷ്യ കമ്മീഷണർക്ക് അയച്ചെന്ന് അറിയിച്ചപ്പോഴായിരുന്നു കോടതിയുടെ പരിഹാസം. ഗോണ്ടയിലെ കേണൽഗഞ്ച് SDM കട പൂട്ടിച്ച ഉത്തരവും കടയുടമയുടെ മനോജ് കുമാറിനെതിരെ സ്വീകരിച്ച നടപടിയും കോടതി സ്റ്റേ ചെയ്തു. RSSന്റെ ഇമെയിൽ ലഭിച്ചതോടെ ചട്ടങ്ങൾ മറികടന്ന് അധികാരികൾ കട പൂട്ടിക്കുകയായിരുന്നു. UP സർക്കാരിനോട് 4 ആഴ്ചയ്ക്ക് മറുപടി ഫയൽ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണം, കേന്ദ്രം വിശദീകരിക്കണമെന്ന് ഹൈക്കോടതി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബംഗാളി സംസാരിക്കുന്നവർ അനധികൃത കുടിയേറ്റക്കാരെ കണക്കാക്കി റെയ്ഡ് നടത്തുന്നതിന് പിന്നിലെ യുക്തി വിശദമാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കൊൽക്കത്ത ഹൈക്കോടതി. കാരണങ്ങൾ എന്തെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ എന്നും കോടതി ചോദിച്ചു. കർഷകരെ ക്രൂരമായി മർദ്ദിച്ചു, വളം കരിഞ്ചന്തയിൽ ഇടപെടാതെ കേന്ദ്രം. ഇന്ത്യയിൽ നിന്ന് കടത്തുന്ന യൂറിയ 10 മടങ്ങ് വിലയ്ക്ക് നേപ്പാളിൽ വിൽക്കുന്നു. രാജ്യത്ത് രാസവളം പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തകൃതിയായി നടക്കുമ്പോഴും ഉദാസീന നിലപാടിൽ കേന്ദ്ര സർക്കാർ. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, ഒഡീഷ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന സംസ്ഥാനങ്ങളിലാണ് വളം പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും വ്യാപകമായത്. ഉത്തർപ്രദേശിൽ നിന്ന് നേപ്പാളിലേക്ക് വളം കടത്തുന്നതായും പരാതിയുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള യൂറിയ 10 മടങ്ങ് വിലയ്ക്കാണ് നേപ്പാളിൽ വിൽക്കുന്നത്. മുൻമന്ത്രി CV പത്മരാജന് അന്ത്യാഞ്ജലി. മുൻമന്ത്രി CV പത്മരാജന് CPIഎമ്മിന്റെ മുതിർന്ന നേതാവ് PK ഗുരുദാസൻ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. മലബാർ സിമന്റ്സ് കരാർ റദ്ദാക്കൽ, പ്രതികൾ വിചാരണ നേരിടണം. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സിലേക്ക് അസംസ്കൃത വസ്തുവായ ഫ്ലൈ ആഷ് വിതരണം ചെയ്യുന്നതിനുള്ള കരാർ റദ്ദാക്കിയതിലെ വിജിലൻസ് കേസിൽ പ്രതികൾ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. മലബാർ സിമന്റ്സ് മാനേജിംഗ് ഡയറക്ടറായിരുന്ന M സുന്ദരമൂർത്തി, ലീഗൽ ഓഫീസർ പ്രകാശ് ജോസഫ്, കരാറെടുത്ത ARK വുഡ് ആൻഡ് മെറ്റൽസ് കമ്പനി MD MB രാധാകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ വടിവേൽ എന്നിവരാണ് വിചാരണ നേരിടേണ്ടത്. മലബാർ സിമന്റ്സ് മാനേജിംഗ് ഡയറക്ടറായിരുന്ന M സുന്ദരമൂർത്തി, ലീഗൽ ഓഫീസർ പ്രകാശ് ജോസഫ്, കരാറെടുത്ത ARK വുഡ് ആൻഡ് മെറ്റൽസ് കമ്പനി MD BM രാധാകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ വടിവേൽ എന്നിവരാണ് വിചാരണ നേരിടേണ്ടത്. വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കണം. ഗജപൂജയ്ക്കിടെ ആചാരം ലംഘിച്ച് സുരേഷ് ഗോപി. പൂജാതി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന കിണ്ടിയിലെ വെള്ളമെടുത്ത് കൈ കഴുകി.